അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മാമ്പഴം പുട്ടുണ്ടാക്കാനാണ്. അടിപൊളി ടേസ്റ്റാണ് മാമ്പഴം പുട്ട്. അതിന് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് മാമ്പഴം പുട്ട്. നമുക്ക് ഒരു മാങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാങ്ങയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ അടിച്ച മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് വിരവിയെടുക്കാം. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വിരവിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് മാവ് നിറയ്ക്കാം. കുറച്ചാദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പുട്ടുകലത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നു. ഇനി നമുക്ക് ആ പുട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. പുട്ടിൽ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് നമുക്ക് നീക്കാം. അടിപൊളി പുട്ടാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് സൈഡിൽ കുറച്ച് മാങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. മാങ്ങയും പുട്ടും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സ്റ്റിക്കി റൈസ് തിന്നുന്നത് പോലെ ടേസ്റ്റാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.